തിരുവനന്തപുരം വിതുരയിൽ ആദിവാസി യുവാവിനെ കാണാനില്ലെന്ന് പരാതി. ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് പോയ മണലി സ്വദേശി സന്തോഷിനെയാണ് കാണാതായത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കാണാതായി എന്നാണ് പരാതി. ബന്ധുക്കൾ വിതുര പോലീസിൽ പരാതി നൽകി. വണ്ടി തെന്നൂരെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു വണ്ടി ആക്സിഡന്റിൽ സ്കൂട്ടിയിലുള്ള ഒരു പയ്യൻ മരിക്കുകയും ആ കൊച്ചുങ്ങളെ കംപ്ലീറ്റ് പേരെയും എടുത്ത് 3 പേരെയും എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ ചെന്ന് ഈ കൊച്ചിന് അവരെ കൂടെ നിന്ന കൊച്ചു തന്നെ ആ കൊച്ചിന് പരിക്ക് പറ്റി അവരെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഈ ചീട്ടുകൾ കംപ്ലീറ്റും ഈ കാണാതായ സന്തോഷിൻ്റെ കയ്യിലാണ് എന്നുള്ള അറിവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടനെ കാണാൻ വേണ്ടി അവൻ മെഡിക്കൽ കോളേജിൽ നിന്നും തിരിച്ച് ആശുപത്രിക്കകത്തുനിന്ന് തിരിച്ച് ഇറങ്ങി വരുന്ന ഗേറ്റിൻ്റെ അതുവരെ അവൻ വന്നതായിട്ട് നമുക്ക് അറിവുണ്ട്. പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇന്ന് 3 ദിവസമായിട്ടും ആ കുട്ടിയെ നമുക്ക് കിട്ടിയിട്ടില്ല. സനീസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനീസ, ഈ സന്തോഷിനെ എപ്പോൾ മുതൽ കാണുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്? എന്തെങ്കിലും സംശയം ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടോ? അമൃത, ഞായറാഴ്ച 11 മണിയോടെ സന്തോഷ് സഞ്ചരിച്ച ജീപ്പും സ്കൂട്ടറും ഇടിച്ച് ഒരു അപകടം ഉണ്ടാവുകയും ഈ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത സമയത്ത് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ സന്തോഷിനെ കാണാതാവുന്നത്. ഇതിൽ ബന്ധുക്കൾ ഇയാൾ കാണാതായതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരിലേക്കാണ് ആ സംശയം എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ആക്സിഡന്റ് നടക്കുകയും തുടർന്ന് മെഡിക്കൽ കോളേജിൽ സന്തോഷ് എത്തുകയും അവിടെ നിന്നാണ് ഇയാളെ കാണാതായി. അതിനുശേഷം ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. ഈ സന്തോഷ് 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ്. ഇത്തരത്തിൽ വിതുരയിലെ മണലി എന്നുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ആദിവാസി യുവാവാണ് ഇത്തരത്തിൽ കാണാതായിരിക്കുന്നത്. ഇയാളെ കാണാതായതിൽ ബന്ധുക്കൾ വിതുര പോലീസിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസിലും ഈ സംഭവത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇരു പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലും അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. പക്ഷേ ആരെയാണ് ഈ ബന്ധുക്കൾ സംശയിക്കുന്നത്? ഈ അപകടവുമായി ബന്ധപ്പെട്ടാണ് ഈ ബന്ധുക്കൾക്ക് സംശയമുള്ളത്. അത് ആരിലേക്കും എത്താതെ ഇങ്ങനെ അന്വേഷണത്തിൽ നിൽക്കുകയാണ്. അമൃത. ശരി, സനീസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.